ഹായ് ഫ്രണ്ട്സ്, ഇത് ശരിയായ പുട്ട് തന്നെയാണ്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുട്ട് വെച്ചാൽ നമുക്ക് കുറ്റിയിൽ നിന്നൊക്കെ നിറച്ച സമയം കണ്ടെത്തി നിറച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം വേണം. അല്ലെങ്കിൽ ചിരട്ടക്കുറ്റിയിലോ ഏതിലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു 2 പാത്രം പുട്ടുണ്ടാക്കിയാൽ നമുക്കൊരു ഫാമിലിക്ക് ഒരു 5 അംഗ സംഘത്തിനൊക്കെ ഇഷ്ടം പോലെ കഴിക്കാനുണ്ടാവും. എളുപ്പത്തിൽ ജോലിയും കഴിയും. അപ്പോൾ അതിന് ചേരുവകളൊക്കെ എല്ലാം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. നമുക്ക് വെറും നമ്മളെ പുട്ടുപൊടി കുഴച്ചിട്ട് സാധാരണ പുട്ടുപൊടി നനയ്ക്കുമ്പോൾ നനച്ചിട്ട് ഇങ്ങനെയുള്ളൊരു പാത്രം വെച്ചാൽ ഇതൊരു അരിപ്പപ്പാത്രമാണ്. അരിപ്പപ്പാത്രം വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ പൊടിയരിക്കുന്ന അരിപ്പയായിരുന്നു. പക്ഷേ പ്ലാസ്റ്റിക് അല്ല, സ്റ്റീലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അധികം പൊടി നമുക്ക് അരിക്കേണ്ട കാര്യം, നമ്മൾ ഇടിച്ച് പൊടിക്കുമ്പോഴല്ലേ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയുള്ള ആവിക്ക് വേവിക്കാനൊക്കെ എടുക്കുന്നതാണ്. ഇതിലാകുമ്പോൾ നമുക്ക് 2 പ്രാവശ്യം ചെയ്താൽ നമുക്ക് വേണ്ടുന്ന പുട്ട് റെഡി. അപ്പോൾ അതിനുള്ള ചേരുവ ഞാൻ പറയാം. കൂടുതലൊന്നുമില്ല. തേങ്ങ കുറച്ച് ധാരാളം വേണം. അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വേണ്ടത് അരിപ്പൊടി. ഞാനിതിൽ അരിപ്പൊടിയും നമ്മുടെ ചോറുണ്ടല്ലോ, ഫ്രഷ് ചോറ് തന്നെ, ചോറ് അധികം വെന്തുടയാത്ത ചോറ് ബാക്കി വന്നാൽ അത് 1 കപ്പ് ചോറിന് 1.5 കപ്പ് അരിപ്പൊടി കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് കുറച്ചായിട്ടിടണം. ഒന്നായിട്ട് അധികം ഇട്ടാൽ ശരിയാവില്ല. എന്നിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ടാണ്. ഇതൊക്കെ ഉണ്ടാക്കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പം അത് എന്നിട്ട് അതിൻ്റെ കൂടെ ആ പൊടിക്കുമ്പോൾ ചോറിട്ട് ഇടുകയാണെങ്കിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഉപ്പ് കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് പൊടിച്ചത്. അല്ലെങ്കിൽ വെള്ളം നനയ്ക്കാൻ പറ്റില്ല, വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല. ആ ചോറിൻ്റെ നനവ് കൊണ്ട് തന്നെ പൊടി ഇങ്ങനെ കുഴഞ്ഞു വരും. അപ്പോൾ ഇത് കുഴച്ചതിന് ശേഷം നമ്മൾ അടിയിൽ നിറയെ തേങ്ങ ഇട്ടു, അതിൻ്റെ മേലെ ഒരു അടി പൊടിയിട്ടു, പിന്നെയും തേങ്ങ ഇട്ടു. അങ്ങനെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഒരു ലെയർ പുട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചത്. കാരണം വെച്ചാൽ നമ്മൾ കുറ്റിയൊക്കെ ആകുമ്പോൾ ആവി കയറിയോ ഇല്ലയോ എന്നൊന്നും. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന അപ്പച്ചെമ്പിലേക്കാണ്. നമ്മുടെ അപ്പച്ചെമ്പിൽ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ അടിയിലെ തട്ടങ്ങ് മറിച്ചിട്ട് കമിഴ്ത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ചത്. നന്നായിട്ട് ആവി വന്നു. ഇപ്പം നമ്മളെല്ലാം നിറച്ചതിന് ശേഷം ആ സ്പൂൺ കൊണ്ട് ഓരോ സൈഡിൽ ചെറിയതായിട്ട് ഇങ്ങനെ ഒരു കുത്തി വെച്ച് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ആവി വരും. ഇതിങ്ങനെ നമുക്ക് അത് വിട്ടിട്ട് നമുക്ക് നമ്മളെ ജോലി എടുക്കാൻ ജോലിക്കനെ പോകുന്നവർക്ക് ഇത് എളുപ്പത്തിൽ പുട്ട് എന്തായാലും നമ്മൾ പുട്ട് പൊടിച്ചിട്ട് തന്നെയാണ് കഴിക്കുക. ഇങ്ങനെ ഇത് നിറയെ തേങ്ങ ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു വരും എടുത്ത് തട്ടിയിടുമ്പോൾ. അപ്പോൾ തേങ്ങ കൂടുതലുണ്ടെങ്കിലാണ് വേഗം ആവി വരിക. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തൊരു പുട്ടാണിത്. നല്ല ടേസ്റ്റാണ്. തേങ്ങ കൂടുമ്പോൾ നമുക്ക് പുട്ടിന് ടേസ്റ്റ് ഉണ്ടാകും, എല്ലാവർക്കും അറിയാലോ. ഇത് പഴംകൂട്ടിയോ അല്ല ചെറുപയർ കറിയോ അല്ലാണ്ട് വൈറ്റ് ബാജിയോ ചിക്കൻ കറി എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഇതിപ്പോൾ ഇങ്ങനത്തെ 2 കുറ്റി പുട്ടുണ്ടാക്കി ഞങ്ങൾക്ക് ധാരാളമാണ്. അപ്പം പുട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് പുട്ടാണ്. ഇപ്പോൾ റൈസ് നിർബന്ധമൊന്നുമില്ല. റൈസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. റൈസ് അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അത് ഉള്ളതുകൊണ്ട് ചേർത്തു. അല്ലാതെയും സാധാരണ പുട്ടുപൊടി വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ അത് നനച്ചിട്ട് ഇതുപോലെ ലെയർ ചെയ്തിട്ട് നമുക്ക് ആവിയിൽ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ഇഡ്ഡലി ചെമ്പിൽ അടിയിൽ വെള്ളം വെക്കുക. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വെക്കില്ലേ, അതുപോലെ വെച്ചിട്ട് തിളയ്ക്കുമ്പോൾ ഇതതിൻ്റെ മേലെ ഇറക്കി വെക്കുക. അങ്ങനെയുള്ളൊരു പാത്രം ആയിരിക്കണം. എന്തെങ്കിലും അടിയിൽ ഇങ്ങനെ തുളയായിട്ടുള്ള പാത്രമാണ്. ഞാനിപ്പോൾ ഈ അരിപ്പത്തട്ടാണ് എടുക്കാറ്. ഇത് കണ്ടില്ല, അരിക്കുന്നതാണെന്ന് കാണിക്കാനാണ്. ഇതാ ഇങ്ങനെയുള്ള ഒരു പൊടി അരിക്കുന്ന അരിപ്പയാണിത്. അപ്പം നല്ല അടിപൊളി പുട്ടാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇത് അങ്ങനെ പുട്ടിന് ഇടുമ്പോൾ അങ്ങ് ശ്രദ്ധിച്ചൊന്നും വേണ്ട. അങ്ങനെ 2-3 ലെയറായിട്ട് ഇട്ടിട്ട് മൂടി ഇഡ്ഡലി ചെമ്പിലേക്ക് താഴ്ത്തി വെച്ചു. പോയിട്ട് 5-10 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് വന്ന് എടുക്കണമെങ്കിൽ നമ്മളെ പുട്ട് റെഡി. അങ്ങനെ 2 തവണ ചെയ്താൽ കാലത്ത് തിരക്കിലൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.